ഹായ് ഫ്രണ്ട്സ്, ടി സ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ജനുവരി 1-ാം തീയതി നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് മോഡുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫി ബേസിക്സിൽ നിലയ്ക്ക് നമ്മൾ കുറച്ച് വീഡിയോസ് ഇടുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി നിലയ്ക്ക് നമ്മളിനി കുറച്ചുകൂടി പ്രൊഫഷണൽ രീതിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇതിൻ്റെ ഡീപ്പായിട്ട് ഇതിലേക്ക് ഇറങ്ങിച്ചിട്ടാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മളിനി കൂടുതൽ മോഡുകൾ അപ്പർച്ചർ പ്രയോറിറ്റി, ഷട്ടർ പ്രയോറിറ്റി, പ്രോഗ്രാം മോഡ്, മാനുവൽ മോഡൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് ടെർമിനോളജീസ് അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എക്സ്പോഷർ ട്രയാങ്കിൾ. എന്താണ് എക്സ്പോഷർ ട്രയാങ്കിൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ കമ്പോണൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി നമ്മൾ എക്സ്പോഷർ ട്രയാങ്കിൾ എന്താണെന്നാണ് നോക്കുന്നത്. എക്സ്പോഷർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എടുക്കുന്ന ഫോട്ടോയെ അല്ലെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മെയിൻ പാർട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഈ ഒരു എക്സ്പോഷറിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ എക്സ്പോഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ എക്സ്പോഷറിനെ നിയന്ത്രിക്കുന്ന എന്ന് പറയാൻ സാധിക്കും. എക്സ്പോഷറിനെ നിയന്ത്രിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അടങ്ങുന്ന, നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു സംഭവമാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളാണ് നമ്മൾ എക്സ്പോഷർ ട്രയാങ്കിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എക്സ്പോഷർ ട്രയാങ്കിളിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ചിത്രം നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മെയിനായിട്ട് വരുന്നത് ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ എക്സ്പോഷർ ട്രയാങ്കിളിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. ഈ മൂന്ന് ഭാഗമാണ് ഈ എക്സ്പോഷർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മൂന്നെണ്ണം കൂടി ചേരുന്നതാണ് എക്സ്പോഷർ ട്രയാങ്കിൾ. അല്ലെങ്കിൽ ഈ മൂന്ന് സംഭവങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മൾ എടുക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ എക്സ്പോഷറിനെ നിയന്ത്രിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് മോഡുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷേ അതിലൊന്നും തന്നെ ഈ ഒരു മെയിനായിട്ടുള്ള നമ്മൾ അതിന് ISO കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ISO, അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, ഈ മൂന്ന് കാര്യങ്ങൾ എക്സ്പോഷർ ട്രയാങ്കിൾ അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ മുഴുവനായും അതിൽ വന്നിരുന്നില്ല. കാരണം കുറേയൊക്കെ തന്നെ ക്യാമറയാണ് നിയന്ത്രിച്ചിരുന്നത്. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ബോധറാവേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള മോഡുകൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും ഡീപ്പായിട്ട് അല്ലെങ്കിൽ അതിനെ പറ്റിയൊരു ചെറിയൊരു അവബോധം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളതിൻ്റെ ഒരു ഫാക്ടർ എന്നുള്ള നിലയ്ക്ക് ഷട്ടർ സ്പീഡിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. എന്താണ് ഷട്ടർ സ്പീഡ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിലുള്ള സെൻസറിൻ്റെ മുന്നിൽ നമുക്കൊരു ഷട്ടർ ഉണ്ട്. നമ്മൾ ഷട്ടർ റിലീസ് ചെയ്യുന്നതിൻ്റെ ബട്ടൺ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ അമർത്തുമ്പോൾ ഈ ഷട്ടർ മുകളിലേക്ക് പോയി ലൈറ്റ് അതിൻ്റെ അകത്തേക്ക് കയറി ആ ലൈറ്റാണ് നമുക്ക് സെൻസർ ആ ലൈറ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഫോട്ടോ എന്നുള്ളൊരു സംഭവം കിട്ടുന്നത്. നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അപ്പോൾ ഈ ഷട്ടർ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഷട്ടർ സ്പീഡ് അടിക്കുന്ന അല്ലെങ്കിൽ ഷട്ടർ അടിക്കുന്ന സമയം അത്രയും സമയത്തേക്ക് മാത്രമേ നമ്മുടെ സെൻസറിലെ ലൈറ്റ് പതിക്കുന്നുള്ളൂ. അപ്പോൾ എത്ര നേരം ആ ലൈറ്റ് പതിക്കണം എന്നുള്ളതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഷട്ടർ അടിക്കുന്ന സ്പീഡ്. അതാണ് നമുക്ക് ബേസിക്കായിട്ട് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ പറയാം. ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ടർ സ്പീഡാണ് നമ്മുടെ ക്യാമറയുടെ സെൻസറിലേക്ക് എത്ര നേരം ലൈറ്റ് അതിൻ്റെ അകത്തേക്ക് കിടക്കണം. അല്ലെങ്കിൽ അപ്പോൾ എക്സ്പോഷർ നമുക്കറിയാമല്ലോ, കൂടുതൽ ലൈറ്റ് കിടന്നാൽ കൂടുതൽ എക്സ്പോഷർ അല്ലെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആവുക ഫോട്ടോ. അപ്പോൾ എത്ര ലൈറ്റ് നമ്മുടെ സെൻസറിലേക്ക് പ്രവേശിക്കണമെന്ന നിയന്ത്രിക്കുന്ന ഒരു മെയിൻ ഫാക്ടറാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. അതാണ് ഷട്ടർ സ്പീഡ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇനി ഷട്ടർ സ്പീഡ് നമുക്കൊരു ക്യാമറയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഈ ഒരു ലെഫ്റ്റിലായിട്ടുള്ള സംഭവമാണെങ്കിൽ ഈ ഒരു ലെഫ്റ്റിലുള്ള സംഭവമാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. ഈ ഒരു മാനുവൽ മോഡാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് ഇപ്പോൾ 1/100 ആണ് ഇട്ടിരിക്കുന്ന ഷട്ടർ സ്പീഡ്. 1/100 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡിൻ്റെ നമ്മൾ 100 ഭാഗമായി കഴിഞ്ഞാൽ അടുത്ത ഒരു ഭാഗം അല്ലെങ്കിൽ അത്രയും സമയമാണ് നമ്മുടെ ഷട്ടർ തുറന്നിരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അത്രയും നേരത്തെ ലൈറ്റ് മാത്രമേ നമ്മുടെ ക്യാമറയിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ലൈറ്റിൻ്റെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ലൈറ്റ് കയറും. അപ്പോൾ അത് ചിലപ്പോൾ ഓവർ എക്സ്പോസ്ഡ് ആകും. ലൈറ്റ് കുറവുള്ള സ്ഥലത്ത് 1/100 ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അണ്ടർ എക്സ്പോസ്ഡ് ആകും. അതൊക്കെ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ട് ലൈറ്റിംഗ്, ഇപ്പോൾ ഏത് ലൈറ്റിംഗ് ആണെങ്കിൽ കൂടി ലൈറ്റിംഗ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഭാഗമാണ് ഈ ഒരു നമ്മൾ പറഞ്ഞ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാമറ നോക്കുകയാണെങ്കിൽ മാക്സിമം വരുന്ന ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് 1/4000 ആണ്. 1/4000 ആണ് ഇതിൽ വന്നിരിക്കുന്ന മാക്സിമം ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഷട്ടർ സ്പീഡ് എന്ന് പറയുമ്പോൾ 1/4000 ഒരു സെക്കൻഡിന് 4000ൽ ഒരു ഭാഗം അത്രയും നേരം മാത്രമേ നമ്മുടെ ഷട്ടർ തുറന്നിരിക്കുന്നുള്ളതാണ് 1/4000 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡിൻ്റെ 4000ൽ ഒരു ഭാഗം ആണ്. അത്രയും നേരം കൊണ്ട് തന്നെ ഇതിൻ്റെ മെക്കാനിക്കൽ ഷട്ടർ അടിക്കുന്നുള്ളതാണ് ഈ ഒരു സംഭവം ഷട്ടർ സ്പീഡ് എന്നുള്ളത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ക്വിക്കായിട്ട് തന്നെ ഷട്ടർ റിലീസ് ചെയ്യുന്നുണ്ട്. അതാണ് 1/4000 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ്. അപ്പോൾ ആ ചിത്രം നോക്കി കാണാൻ സാധിക്കും. ഈ ഒരു ചിത്രം ഇപ്പം എന്താണ് അണ്ടർ എക്സ്പോഷൻ, അല്ലെങ്കിൽ ആ ചിത്രത്തിന് വേണ്ടത്തെ ലൈറ്റ് ഇല്ല ചിത്രത്തിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ലൈറ്റിംഗ് ഓൾറെഡി കുറവാണ്. അപ്പോൾ ഇത്രയും കുറഞ്ഞ സമയത്ത് ലൈറ്റ് മാത്രമേ നമ്മുടെ ക്യാമറയിലേക്ക് കയറിയിട്ടുള്ളൂ. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറച്ച് ലൈറ്റ് മാത്രമേ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആ ചിത്രം അണ്ടർ എക്സ്പോസ്ഡ് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതാണ് 1/4000. ഇനി നേരെ മറിച്ച് നമ്മൾ നോക്കാൻ പോവാണ്, നമ്മളിനി ഷട്ടർ സ്പീഡ് കുറയ്ക്കാൻ പോവുകയാണ്. ഷട്ടർ സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞാൽ ഈ നമ്പർ കുറയാണ് ചെയ്യുക, 1 എന്നുള്ളത് കുറയാണ് ചെയ്യുക. നമ്മൾ കുറച്ച് ഒരു 1 സെക്കൻഡ് ആക്കി നോക്കാം. 1/2.5 ഒരു 1 സെക്കൻഡ് ആക്കി കഴിഞ്ഞാൽ
ഒരു സെക്കൻഡ് കണ്ടോ, ഒരു സെക്കൻഡ് ആ ഷട്ടർ തുറന്നിരുന്നു. അത്രയും നേരത്തെ ലൈറ്റ് പ്രവേശിച്ചത് കൊണ്ട് തന്നെ കണ്ടോ ചിത്രം ഓവർ എക്സ്പോസ്ഡ് ആയി വെറും വെള്ള കളർ മാത്രമേ ഉള്ളൂ ചിത്രത്തിൽ. അപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും, വെറും വെള്ള കളർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ വ്യക്തമല്ല. കാരണം അത്രയധികം ലൈറ്റ് ഇതിനകത്തേക്ക് കിടക്കേണ്ട ആവശ്യമില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കണ്ട സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഷട്ടർ സ്പീഡ് എന്നുള്ള സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്യാമറയിലേക്ക് പ്രവേശിക്കുന്ന ലൈറ്റ് എത്ര നേരം കിടക്കണം എന്നുള്ളതിനെ കണ്ടല്ലോ. അപ്പോൾ ഈ ചിത്രം അണ്ടർ എക്സ്പോസ്ഡ് ആയി. കാരണം എന്താണ്, അണ്ടർ എക്സ്പോസ്ഡ് മീൻസ് ലൈറ്റ് കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെളിച്ചം കുറവാണ്. അത് കൂടിയ ഷട്ടർ സ്പീഡാണ്, അതിനനുസരിച്ചിട്ടുള്ള ലൈറ്റിംഗ് നമുക്ക് ഇവിടെ കിട്ടിയിരുന്നില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആണ്. കാരണം ഇത്രയും ഷട്ടർ സ്പീഡ്, ഇത്രയും കൂടുതൽ നേരം ഈ ഷട്ടർ തുറന്നിരിക്കേണ്ട ആവശ്യമില്ല. അതാണ് 1 സെക്കൻഡ് എടുത്തപ്പോൾ ഈ ചിത്രം ഓവർ എക്സ്പോസ്ഡ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൂടിയത്. അപ്പോൾ അതാണ് ഷട്ടർ സ്പീഡ് എന്നുള്ള ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഷട്ടർ സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഷട്ടർ സ്പീഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ലോ ലൈറ്റ് സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഈ സ്കൈ അല്ലെങ്കിൽ അസ്ട്രോ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ വളരെ ലോ ആയിട്ടുള്ള ഷട്ടർ സ്പീഡൊക്കെ യൂസ് ചെയ്യുക. ലോ മീൻസ് വളരെ ചെറിയ ഷട്ടർ സ്പീഡാണ് യൂസ് ചെയ്യുക. സെക്കൻഡ്സ് ഒക്കെ ആയിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ 30 സെക്കൻഡ്സ് ഒക്കെയാണ് ഇതിൽ കിട്ടും. അങ്ങനെ വളരെ കുറഞ്ഞ ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു സ്റ്റാറിൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർ ഇവിടെ നിന്ന് അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. ഇത്രയും നേരം ഷട്ടർ തുറന്നിരിക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് ഫുൾ ഇതിൽ ക്യാപ്ചർ ചെയ്യും. നമ്മൾ ഈ ലൈറ്റ് കൊണ്ട് ഇങ്ങനെ ഷേപ്പിലൊക്കെ ഡിസൈനിലൊക്കെ വരച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ശരിക്കും ലോ ഷട്ടർ സ്പീഡ്സിൽ ചെയ്യുമ്പോഴാണ് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഷട്ടർ സ്പീഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൂടിയ ഷട്ടർ സ്പീഡ് എടുക്കുകയാണെങ്കിൽ ആ ചിത്രം ഫ്രീസ് ചെയ്തത് പോലെ ഉണ്ടാവും. നമ്മൾ സ്പോർട്സ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ഒരാൾ ഓടുകയാണെങ്കിൽ ആളെ മുഴുവനായിട്ട് വൃത്തിയായിട്ട് കിട്ടണം, വേറെ ഷെയ്ക്ക് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടിയ ഷട്ടർ സ്പീഡാണ് യൂസ് ചെയ്യുക. വളരെ കുറഞ്ഞ നേരത്തെ ലൈറ്റ് മാത്രം, ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ലൈറ്റ് മാത്രമേ നമ്മുടെ സെൻസറിലേക്ക് പ്രവേശിക്കുള്ളൂ. അപ്പോൾ അതാണ് വളരെ കൂടിയ ഷട്ടർ സ്പീഡാണ് നമ്മൾ സ്പോർട്സ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, ബേർഡ്സ് ഫോട്ടോഗ്രാഫിക്കൊക്കെ വളരെ കൂടിയ ഷട്ടർ സ്പീഡാണ് യൂസ് ചെയ്യുക. വളരെ കൂടുതൽ മീൻസ് നമ്മുടെ ലൈറ്റിംഗ് കൂടി കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മുടെ എക്സ്പോഷർ ട്രയാങ്കിളിലെ ബാക്കി ഫാക്ടേഴ്സ് നമ്മൾ അതിനെക്കുറിച്ച് പറയും. അതും കൂടി ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഒരു ചിത്രത്തെ നമ്മൾ നോക്കുന്നത്, ചിത്രത്തിൻ്റെ ഒരു എക്സ്പോഷർ നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഷട്ടർ സ്പീഡിൻ്റെ കേസ് അത്രയാണ്, കൂടിയ ഷട്ടർ സ്പീഡാണ്. വളരെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള സീൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. എന്നാൽ നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു ഷെയ്ക്കി ആയിട്ടുള്ളൊരു അങ്ങനെ ഇപ്പോൾ പറയുക, ഒരു ഫോട്ടോ കാണിക്കാം. ഈ ഒരു ഫോട്ടോ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും ഇത് വളരെ കുറഞ്ഞ ഷട്ടർ സ്പീഡ് എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ആണ്. അല്ലെങ്കിൽ ഒരു സെക്കൻഡ്സ് വേണ്ട ഒരു 1/8 അങ്ങനെ ആ ലെവലിലെടുത്ത ഒരു ഫോട്ടോ ആണെങ്കിൽ ഇങ്ങനത്തെ തരത്തിലൊരു സീനാണ് കിട്ടുക. അതിന് കൂടിയ ഷട്ടർ സ്പീഡ് ആണെങ്കിൽ അത് ഫ്രീസ് ചെയ്യാണ് ചെയ്യുക. അതാണ് ഷട്ടർ സ്പീഡിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഷട്ടർ സ്പീഡിൽ നമുക്ക് കൈ പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ കൈ ഷെയ്ക്ക് ആവുകയും ആ ലൈറ്റിൽ ഡിസോർഡർ ആവുകയും ചെയ്യും. അപ്പോൾ ആ ഫോട്ടോ എന്തായാലും കാണാനൊരു വൃത്തിയുണ്ടാവില്ല. ട്രൈപ്പോഡിലൊക്കെ വെച്ചാൽ മാത്രമേ നമുക്ക് ലോ ഷട്ടർ സ്പീഡ്സിലുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കിഡ്സ് ഫോട്ടോഗ്രാഫിക്കൊക്കെ കുറച്ച് കൂടിയ ഷട്ടർ സ്പീഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാരണം അവരുടെ മൂവ്മെൻ്റ് ഒക്കെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻറ്റിലുള്ളത് നമുക്ക് ഷെയ്ക്കില്ലാതെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കുട്ടികളുടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഫോണിലൊക്കെ എടുക്കുന്ന സമയത്ത് കൈയൊന്നും ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ ആ ആട്ടിയത് ഫുള്ള് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഫുള്ളായിട്ട് ഇങ്ങനെ ഷെയ്ക്കായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ കൂടിയ ഷട്ടർ സ്പീഡാണ് യൂസ് ചെയ്യേണ്ടതാണ്. അതാണ് ഷട്ടർ സ്പീഡിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു റൂമിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 1/80 അല്ലെങ്കിൽ ഒരു 1/60 അങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു അപ്രോപ്രിയേറ്റ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് നമുക്ക് ഷട്ടർ സ്പീഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സ്പോഷർ ട്രയാങ്കിളിലെ രണ്ടാമത്തെ ഫാക്ടർ അപ്പേർച്ചർ. എന്താണ് അപ്പേർച്ചർ? അപ്പേർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഓഫ് എ ലെൻസ് എന്നാണ് നമുക്ക് അപ്പേർച്ചറിനെ സിമ്പിളായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ലെൻസിലൂടെ എത്രത്തോളം ലൈറ്റ് നമ്മുടെ സെൻസറിലേക്ക് കടക്കണം എന്ന് നിയന്ത്രിക്കുന്ന ഒരു ഫാക്ടറാണ്, ലെൻസിലുള്ള ഒരു ഫാക്ടറാണ് അപ്പേർച്ചർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഇവിടെ രണ്ടാമതെഴുതിയിരിക്കുന്ന f1.8 എന്നെഴുതിയിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ അപ്പേർച്ചർ എന്ന് പറയുന്നത്. 1.8 എന്ന് പറഞ്ഞാൽ വളരെ കൂടിയ ഒരു അപ്പേർച്ചറാണ്, അല്ലെങ്കിൽ കൂടുതൽ ലൈറ്റ് നമ്മൾ ലെൻസിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ ലെൻസ് എന്ന് പറയുന്നത് 50 mm f1.8 ആണ്. അപ്പോൾ 1.8 ആണ് ഇതിന് പറ്റിയ ഏറ്റവും കൂടിയ അപ്പേർച്ചർ വാല്യൂ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ എഫ് സ്റ്റോപ്പ് അല്ലെങ്കിൽ എഫ് നമ്പർ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് കൂടുതൽ ലൈറ്റ് ഇപ്പോഴാണ് പ്രവേശിക്കുക. ഈ 1.8 കൂടുതൽ ലൈറ്റ് നമ്മുടെ ലെൻസിലേക്ക് പ്രവേശിക്കുക. പിന്നെ ഇതിൻ്റെ വേരിയിങ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, നമ്മളിങ്ങനെ കൂട്ടുന്നതനുസരിച്ചിട്ട് 2, 2.5 അങ്ങനെ പോയി F16 വരെയാണ് നമുക്ക് ഈ ഒരു ലെൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. F16 എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറഞ്ഞ ലൈറ്റ് മാത്രമേ നമ്മുടെ ലെൻസിലൂടെ നമ്മുടെ ഇവിടേക്ക് സെൻസറിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അതാണ് എഫ് നമ്പർ അല്ലെങ്കിൽ അപ്പേർച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫ് നമ്പർ എപ്പോഴും കുറയുന്നത് തന്നെയാണ് നല്ലത്. അത് ഓരോ കണ്ടീഷൻസിനനുസരിച്ചിട്ടാണ് എഫ് നമ്പറിൻ്റെ ഇത് പറഞ്ഞുതരാം, അതിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് എഫ് നമ്പർ എന്നുള്ള സംഭവം. സിമ്പിളായിട്ട് നമ്മുടെ ലെൻസിലൂടെ എത്ര ലൈറ്റ് നമ്മുടെ സെൻസറിലേക്ക് എത്തണമെന്ന് ലെൻസിൽ നമ്മൾ നോക്കുന്ന സംഭവമാണ് എഫ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, എഫ് നമ്പർ അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ലെൻസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലെൻസിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ 1:1.8 അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ അപ്പേർച്ചർ വാല്യൂ എഴുതാറ്. ഓക്കെ, ഈ ലെൻസ് എന്ന് പറയുന്നത് ഒരു പ്രൈം ലെൻസ് ആണ്. പ്രൈം ലെൻസൊക്കെ തന്നെയാണ് 1.8, 1.4 ഒക്കെ ഓപ്പണിംഗ് ഉണ്ടാവാറുള്ളൂ. ഇനി സൂം ലെൻസ് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും 3.5 to 5.6 എഴുതിയിട്ടുണ്ടാവും. നമ്മുടെ കിറ്റ് ലെൻസ്, ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന കിറ്റ് ലെൻസ് ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും 3.5 to 5.6. അതിൻ്റെ ഏറ്റവും കുറഞ്ഞ എഫ് നമ്പർ അല്ലെങ്കിൽ എഫ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് 3.5 ആണ്. അല്ലെങ്കിൽ 3.5 അത്രയും ഓപ്പണിംഗ് ആണ്, നമുക്ക് മാക്സിമം ഓപ്പണിംഗ് ആണ് ആ ലെൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക.
പിന്നെ 5.6 പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 5.6 ആണ്, പിന്നെ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് 3.5 to 5.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 mm ഇട്ട് കഴിഞ്ഞാൽ 3.5ഉം 55 mm ഇട്ട് കഴിഞ്ഞാൽ 5.6 ആണ് നമുക്ക് മിനിമം ആയിട്ട്, അല്ലെങ്കിൽ അത്രയാണ് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സൂം ലെൻസിലൊക്കെ തന്നെ വേരിയിങ് അപ്പേഴ്ച്ചറുകളാണ് കൂടുതൽ ഉണ്ടായിരിക്കുക. നമ്മുടെ ക്യാമറയുടെ ഒപ്പം കിട്ടുന്ന കൂടുതൽ സൂം ലെൻസുകൾ നോക്കുകയാണെങ്കിൽ സാധാ കിറ്റ് ലെൻസിലൊക്കെ തന്നെ അങ്ങനെ വേരിയിങ് അപ്പേർച്ചർ വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതാണ് അപ്പേർച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അപ്പേർച്ചറിൻ്റെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ നോക്കുകയാണെങ്കിൽ അപ്പേർച്ചർ പറഞ്ഞു, അപ്പേർച്ചർ എത്ര ലൈറ്റ് നമ്മുടെ ക്യാമറയിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് നമ്പർ കുറയുന്നതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് നമ്മുടെ ക്യാമറയിലേക്ക് പ്രവേശിക്കും. അതാണ് എഫ് നമ്പറിൻ്റെ ഒരു ഫാക്ടറിനെ കുറിച്ച് നോക്കാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് എഫ് നമ്പർ കൊണ്ടുള്ള കാര്യം. എഫ് നമ്പർ കുറയുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ 1.8 ഒക്കെ ആണെങ്കിൽ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ആയിരിക്കും നമുക്ക് ആ ലെൻസ് അല്ലെങ്കിൽ ആ ലെൻസിലൂടെ കിട്ടുമ്പോൾ എടുക്കുന്ന ഫോട്ടോ നമുക്ക് കിട്ടുക. ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോക്കസിലുള്ള ഏരിയ നമുക്ക് സിമ്പിളി ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അത്രയും ഷാലോ പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഡെപ്ത് ഓഫ് ഫീൽഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മളിപ്പോൾ ഒരു പോർട്രേറ്റ്സിനൊക്കെയാണ് 1.8 1.4 ഒക്കെ ഉള്ള ലെൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സംഭവം നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും വളരെ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ്. അപ്പോൾ അടുത്തുള്ളൊരു സംഭവമാണ് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് കണ്ടില്ലേ, വളരെ ചെറിയ ഏരിയയിൽ മാത്രമേ ഫോക്കസ് ഉള്ളൂ. അതിൻ്റെ തൊട്ടടുത്ത് പോലും നമുക്ക് ഫോക്കസ് കാണാൻ സാധിക്കില്ല. അപ്പോൾ വളരെ ചെറിയൊരു ഏരിയയിൽ മാത്രമേ നമുക്ക് ഫോക്കസ് കിട്ടുള്ളതാണ് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ 1.8 ആണ് ഇട്ടിരിക്കുന്നത് ഈ ലെൻസിൻ്റെ മാക്സിമം അപ്പേർച്ചർ, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ അപ്പേർച്ചർ, കൂടുതൽ ലൈറ്റ് പ്രവേശിക്കുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നേരെ മറിച്ച് അങ്ങനെയല്ല, 1.8 നമുക്കൊന്ന് മാറ്റി വെക്കാം. 1.8 മാറ്റി നമുക്കൊരു 5.6 ഇട്ട് വെച്ചേക്കാം. 5.6 ഇട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഏരിയ നമുക്ക് എന്താണ് ഫോക്കസിൽ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും. അത് അണ്ടർ എക്സ്പോസ് ആയത് ബാക്കി ഫാക്ടേഴ്സും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, നമ്മൾ മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഏരിയ എന്താണ് നമുക്ക് ഫോക്കസിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കിയപ്പോൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും കൂടുതൽ ഏരിയ ഫോക്കസിൽ വരും. അപ്പോൾ അതാണ് അപ്പേർച്ചർ എന്നുള്ളൊരു ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പേർച്ചർ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ഡെപ്ത് ഓഫ് ഫീൽഡിനെയാണ് കാര്യമായിട്ട് അപ്പേർച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ ലൈറ്റ് പ്രവേശിക്കുന്ന ലൈറ്റിനെയാണ് അപ്പേർച്ചർ എന്നുള്ളൊരു ഫാക്ടർ, അല്ലെങ്കിൽ എക്സ്പോഷർ ട്രയാങ്കിളിലെ രണ്ടാമത്തെ ഫാക്ടർ ആയിട്ടുള്ള അപ്പേർച്ചർ. നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് ഓർഡറിലാണ്. അപ്പോൾ അപ്പേർച്ചർ ഈ ലൈറ്റിനെയും പിന്നെ ഡെപ്ത് ഓഫ് ഫീൽഡിനെയുമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു അപ്പേർച്ചറിനെ കുറിച്ച് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈം ലെൻസുകളിലാണ് 1.8 ഒക്കെ അപ്പേർച്ചർ വരാറ്. നമ്മൾ സൂം ലെൻസ് നോക്കുകയാണെങ്കിൽ മാക്സിമം 2.8 വരെയൊക്കെയാണ് ഓപ്പണിങ് നമുക്ക് കിട്ടുകയുള്ളൂ. അതിൻ്റെ താഴത്തേക്കൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ പ്രൈം ലെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം അതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടിയ അപ്പേർച്ചർ വാല്യൂ അല്ലെങ്കിൽ കൂടുതൽ ഓപ്പണിങ് നമുക്ക് ലെൻസ് കണ്ടാൽ തന്നെ സാധിക്കും, കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ വലിയൊരു വട്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ ലൈറ്റ് പ്രവേശിക്കുന്ന രീതിയിലാണ് ഈ ഒരു ലൈറ്റിൻ്റെ ഈ ഒരു ഭാഗം എന്താണ് ഈ ലെൻസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. കൂടുതൽ വലിയ ഓപ്പണിംഗ് ആണ് തന്നിട്ടുള്ളത്. എന്നാൽ നമ്മുടെ കിറ്റ് ലെൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഓപ്പണിംഗ് കുറവായിരിക്കും. അതിൻ്റെ എഫ് നമ്പർ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് സംഭവം അങ്ങനെ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലെൻസ് 50mm 1.8 എന്ന് പറഞ്ഞ ഈ ഒരു ലെൻസിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ ഓർഡർ ചെയ്ത് വെച്ചിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കാം, വണ്ടർക്ക് കയറിയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പർപ്പസ് അനുസരിച്ചാണ് നമ്മൾ എഫ് നമ്പർ അല്ലെങ്കിൽ എഫ് നമ്പർ കുറഞ്ഞ ലെൻസുകൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പറഞ്ഞ ലെൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 1.8 ആണ്, ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡാണ് നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഏരിയ മാത്രമേ ഫോക്കസിൽ വരികയുള്ളൂ, ബാക്കിയുള്ള ഭാഗത്തൊക്കെ ബൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ ഒരു എഫ് നമ്പർ കുറയുന്നതിലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ ഫോട്ടോ ഒക്കെ കാണാൻ നല്ല രസമായിരിക്കും, നല്ല തെളിഞ്ഞ ഫോട്ടോ ആയിരിക്കും. പ്രത്യേകിച്ച് പ്രൈം ലെൻസും കൂടി ആകുമ്പോൾ നല്ല രസമുള്ള ഫോട്ടോ ആയിരിക്കും എഫ് നമ്പർ കുറയുന്നത് കൊണ്ട് തന്നെ. എന്നാൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും, നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് ആൾക്കാരുണ്ടാകും, അവരെയൊക്കെ നമുക്ക് ഫോക്കസിൽ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഫ് നമ്പർ കൂട്ടണം, അല്ലെങ്കിൽ ഈ 1.8 ഇട്ടുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ 1.8 ഇങ്ങനെ കൂട്ടി ഒരു 4.5 അല്ലെങ്കിൽ ഒരു 5 വരെയൊക്കെ എത്തിക്കണം. അങ്ങനെ അതിനനുസരിച്ചിട്ട് നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് മാറ്റുന്നത്, നമ്മുടെ ഡെപ്ത് ഓഫ് ഫീൽഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് അപ്പേർച്ചർ എന്നുള്ളൊരു ഈ ഒരു ഫാക്ടർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ കാര്യം ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മൾ എഫ് നമ്പർ കൂട്ടുകയാണ് വേണ്ടത്. ഈ 1.8 ഇട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് പേരുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ വളരെ കുറച്ച് പേരെ മാത്രമേ ഫോക്കസ് വരുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ബൊക്കെയായിട്ടുണ്ടാവുക, എല്ലാവരും ഫോക്കസ് ഔട്ട് ആയിരിക്കും. ഓക്കെ, അതാണ്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും അടുത്തൊക്കെയാണെങ്കിൽ തന്നെ നമ്മളൊരു 3.5 വരെയൊക്കെ കയറ്റിക്കൊണ്ടുകൊണ്ട് വരും നമ്മുടെ എഫ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 1.8 ഇട്ടുകൊണ്ട് പോർട്രേറ്റ്സ് മാത്രമേ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ വളരെ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡാണ് കിട്ടുക. അപ്പോൾ അതാണ് ഈ ഒരു ലെൻസല്ല അപ്പേർച്ചറിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഫോട്ടോ എടുക്കുന്നവരുണ്ടെങ്കിൽ, കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ എഫ് നമ്പർ 1.8കളാണെങ്കിൽ വളരെ ഒരാളൊക്കെ ഉള്ളൂവെങ്കിൽ നമുക്ക് 1.8 എടുക്കാൻ കുഴപ്പമില്ല, കാരണം ഒരാളില്ലല്ലോ. എന്നാൽ ആളുകൾ കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്താണ് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എഫ് നമ്പർ കൂട്ടണം, അല്ലെങ്കിൽ 1.8 നമുക്ക് കൂട്ടി 3.5 4.6 അങ്ങനെ പോകണം. അത്രയാണ് നമുക്ക് നമ്മുടെ അപ്പേർച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫാക്ടറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എക്സ്പോഷർ ട്രയാങ്കിളിൻ്റെ രണ്ട് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഷട്ടർ സ്പീഡ്, അപ്പേർച്ചർ എന്നീ രണ്ട് കാര്യങ്ങളാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ISO. എന്താണ് ISO എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിലുള്ള സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റിയാണ് നമ്മൾ ISO എന്നുള്ള രീതിയിൽ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ISO സെൻസിറ്റിവിറ്റി. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ISO 400 ആണ് വന്നിട്ടുള്ളത്. നമുക്ക് മാറ്റണമെങ്കിൽ ഫംഗ്ഷൻ ബട്ടൺ ഹോൾഡ് ചെയ്തുകൊണ്ട്
സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 മുതൽ 25,600 വരെ വളരെ വൈഡായിട്ടൊരു ISO റേഞ്ച് വരുന്നുണ്ട്. ISO റേഞ്ച് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റിനെ നമുക്ക് കൂടുതൽ നമ്മുടെ ഇങ്ങനെ പറയാം, നമ്മുടെ സെൻസറിൽ ലൈറ്റ് പതിക്കുന്ന സമയത്ത് സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് ISO എന്നുള്ളത്. ISO സെൻസിറ്റിവിറ്റി എന്നുള്ളതുകൊണ്ട് സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുക, അത്രയും ലൈറ്റിനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ സെൻസറിൻ്റെ ആ ഒരു കഴിവിനെ വർദ്ധിപ്പിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ISOനെ പറയാനായിട്ട് സാധിക്കും. അതാണ് ISO എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 100 മുതൽ 25,600 ഇതിൽ വരാറ്. പിന്നെ നോക്കുകയാണെങ്കിൽ വലിയ ക്യാമറ ആണെങ്കിൽ 2 ലക്ഷം അങ്ങനെ ലക്ഷക്കണക്കിനൊക്കെയാണ് ISO റേഞ്ച് വരാറ്. വളരെ കൂടിയ സെൻസിറ്റിവിറ്റി കൂടിയ സെൻസറുകളുള്ള ക്യാമറകൾ അവൈലബിൾ ആണ്. സോണിയുടെ ഒക്കെ മിറർലെസ് ക്യാമറ നോക്കുകയാണെങ്കിൽ കൂടിയ ISO തന്നെ കിട്ടുന്നതാണ്. പിന്നെ ISO കൂടുന്നതുകൊണ്ടൊരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു നോയ്സ് എന്നൊക്കെ പറയാൻ സാധിക്കും. അത് നമ്മുടെ ISO കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഫോട്ടോയിലൊക്കെ കാണാൻ സാധിക്കും. ലോ ലൈറ്റ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ തന്നെ ഗ്രെയിൻസ് വരുന്നുണ്ട്. നമ്മൾ സെൻസറിൽ പതിക്കുന്ന ലൈറ്റ് വരുന്ന ഭാഗം സെൻസറിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ചെറിയ സെൻസറുകൾ അല്ലെങ്കിൽ ചെറിയ ക്യാമറകളൊക്കെ ആണെങ്കിൽ ചില ഭാഗത്ത് എറർ സെൻസർ റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്ത് ഗ്രെയിൻസ് ഉള്ള രീതിയിൽ വരുന്നത്. അതാണ് ഗ്രെയിൻസിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. അപ്പോൾ അത്രയാണ് ISO എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ജസ്റ്റ് ISOയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് ലൈറ്റ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി കൂടുന്നുള്ളതാണ് ISOയുടെ കാര്യം. പിന്നെ കൂടുന്നതിനനുസരിച്ച് ഗ്രെയിൻസ് കൂടും. അപ്പോൾ കുറഞ്ഞ ISO ആയിട്ട് യൂസ് ചെയ്ത് തന്നെയാണ് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നല്ലത് എന്ന് പറയാനായിട്ട് സാധിക്കും. അത്രയാണ് നമുക്ക് ISO എന്നുള്ള ഫാക്ടറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത് നമ്മുടെ എക്സ്പോഷർ ട്രയാങ്കിളിലെ മെയിൻ പാർട്ട്. എന്താണ് എക്സ്പോഷർ ട്രയാങ്കിൾ, അതിനകത്തുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത്. അതിൽ ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO ഈ 3 കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറയല്ല നമ്മുടെ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ട് DSLR ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, മിറർലെസ് ആയിക്കോട്ടെ, ഫോട്ടോഗ്രാഫിയിൽ വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 ടെർമിനോളജിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഷട്ടർ സ്പീഡ്, ISO, അപ്പർച്ചർ. ഇത് 3 എണ്ണം മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ബേസിക് ആയിട്ട് ഇനി എല്ലാ കാര്യത്തിലും എവിടെ നോക്കുകയാണെങ്കിലും നമുക്ക് ഈ 3 കാര്യങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 3 കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ ഒരു ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO ഇതിൻ്റെ 3ൻ്റെയും പ്രാക്ടിക്കലായിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ തന്നെയാണ് ഒരു ഫോട്ടോനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഫോട്ടോയെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു ഫോട്ടോനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ പറയാൻ സാധിക്കും. ആ ഫോട്ടോനെ ബാധിക്കുന്നത് ഈ 3 കാര്യങ്ങളുടെ മാറ്റങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ മോഡുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ പുതിയ മോഡുകൾ ഇതിൽ ബാക്കിയുള്ള മാനുവൽ മോഡ് അങ്ങനത്തെ മോഡുകളെ കുറിച്ചൊക്കെ നമ്മൾ ഇനി പുതിയ വീഡിയോസുമായിട്ട് വരും. അതുവരേക്കും ബൈ.